ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നറിയാം. ഇത് എന്നോട് അടുത്ത ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് ഇപ്പോൾ എപ്പോഴും നേരിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇന്നത്തെ പാചകം ഒന്നും പറയാനില്ല. ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാർ. അത് ഓയിൽ ഫ്രീ ആണ്. നമ്മൾ ഒട്ടും ഇതിൽ ഓയിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാറാണ്. അച്ചാറെന്ന് പേര് ഒരുപാട് ടൈപ്പിൽ അച്ചാർ എന്ന് പറയും നമ്മളെല്ലാം, അങ്ങനെ പേര് വിളിക്കും അച്ചാറിന്. അത് പക്ഷേങ്കിൽ എനിക്കറിയില്ല അതിനൊരു പ്രോപ്പറായിട്ടൊരു റെസിപ്പി ഉണ്ടോ. പിന്നെ എണ്ണയിൽ വഴറ്റിയിട്ടിടുന്നതും കടുക് അരച്ചിടുന്നത് എന്തൊക്കെയോ ഇല്ലേ. അപ്പോൾ എങ്ങനെയായാലും ഞാനിതിനെ ബീട്രൂട്ട് അച്ചാർ എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ പെട്ടെന്ന് പറയാം. ഞാനിപ്പോൾ എടുത്തത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് തൊലി പുറമേലെ ചെത്തിക്കളഞ്ഞ് നമ്മൾ ചുരണ്ടുക എന്ന് പറയില്ലേ, ചുരണ്ടുന്നതിൽ ഇങ്ങനെ ചുരണ്ടി വെച്ചു ഒരു പാത്രത്തിൽ. സാധാരണ ഞാൻ ഗ്ലാസിൻ്റെ ബോളിലാണ് ഇത് ഉണ്ടാക്കൽ, പക്ഷേ ഇന്ന് സ്റ്റീലിൻ്റെ പാത്രം എടുത്തത് കേട്ടോ. അപ്പോൾ ചുരണ്ടി ഒരു പാത്രത്തിലിട്ടു. അതിലോട്ട് ഞാൻ മുളക് പൊടി ഇട്ടു. ഈ ഒരു ബീട്രൂട്ടിന് എത്രയോ വേണ്ട, അങ്ങനെ വലിയ കണക്കൊന്നുമില്ല. ഞാനൊരു സ്പൂണ് നിറച്ചും കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നെ എരിവില്ല മുളക് പൊടി വേണ്ടുന്നവർ അതും കൂടി കുറച്ചുകൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ടു. ഈത്തപ്പഴം കുരു കളഞ്ഞ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ കീറിയിട്ട് ഇട്ടാലും മതി, അങ്ങനെ ഇട്ടു. പിന്നെ ഇട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. വിനാഗിരി കുറച്ചൊഴിച്ചു. പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ടും കൂടി ഇതിൽ ചേർക്കാട്ടോ. ഞാൻ ചേർത്തിനൊന്നും പോലും എനിക്ക് ഓർമ്മയില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് ഇത് വീഡിയോ ഇടാൻ വേണ്ടി എടുത്ത ഉണ്ടാക്കിയ അച്ചാറൊന്നുമല്ല. ഞാൻ ഉണ്ടാക്കിയൊരു മനക്കൂന്നി ഞാനിത് യൂട്യൂബിൽ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാനെപ്പം വിചാരിക്കുന്ന പോലെ എൻ്റെ മോക്കൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനെപ്പോൾ ഇടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എൻ്റെ കറികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്കും കൂടി നല്ലതല്ലേ. എനിക്കിതെന്നാ ഇഷ്ടമെന്ന് വെച്ചാൽ, ഇത് മുഴുവൻ പറയട്ടെ, റെസിപ്പി പറയട്ടെ. ഞാനിട്ട സാധനങ്ങളിലും പറഞ്ഞില്ലേ, എനിക്ക് കറിവേപ്പില ഇതുപോലെ ഇട്ടല്ലേ കറിവേപ്പിലേൻ്റെ നല്ലൊരു മണം ഉണ്ടാവും. പക്ഷേ അതിൽ കാണാൻ വേണ്ടി മുഴുവനായിട്ടുള്ളതാണ് ഭംഗിയുണ്ടാവുക. പക്ഷേ ഞാനത് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ ഇല്ലതല്ലേ, അതുകൊണ്ട് ഞാനത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിന് വേണ്ടതെന്ന് പറയാം, ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിൽ ടേസ്റ്റ് വിചാരിക്കും. അന്നേരം നമുക്ക് അതിലിടേണ്ട സംഭവങ്ങളെല്ലാം ഓർമ്മ വരും. അന്നേരം ആ ടേസ്റ്റ് ആവും. എനിക്കെപ്പോഴും അങ്ങനെയാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ വെളുത്തുള്ളി ഇതുപോലെ കത്തി കൊണ്ട് ഇങ്ങനെ പിളർന്നിട്ട് അതിനൊന്നും എനിക്ക് ക്ഷമയുണ്ടായില്ല. അപ്പോൾ തട്ട് നല്ല ക്ലീനാണ് കേട്ടോ. തട്ടിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കുത്തി ചതച്ചിട്ടാണ് എടുക്കുന്നത്. 5-6 വെളുത്തുള്ളി അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലോണം ചതഞ്ഞില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ ഫോക്ക് കൊണ്ട് അതിനെ കുത്തി ഒരു പരുവാക്കുമെന്ന്. അന്നേരം അതിൻ്റെ ഒരു നല്ലൊരു മണം വരുമല്ലോ. ഇതെല്ലാം പിന്നെ പച്ചയാണ്. പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവിക്കാത്ത സംഭവങ്ങളല്ലേ ഇതിൽ മൊത്തം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരമാണ് മുന്നിട്ട് വെക്കുന്നത്. പിന്നെ ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ അതൊക്കെ ആയിട്ട് എനിക്കിത് എപ്പോഴാണ് കഴിച്ച ഓർമ്മ എന്നറിയോ, ഏതോ ഒരു കല്യാണം കഴിഞ്ഞിട്ട് നമുക്കൊരു കുപ്പിയിൽ നാട്ടിൽ പണ്ട് കല്യാണം, എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ കുപ്പിയിൽ കല്യാണത്തിൻ്റെ അച്ചാറാന്ന് പറഞ്ഞിട്ട്, പണ്ടൊക്കെ നാട്ടിലെല്ലാം അങ്ങനെയല്ല, അപ്പുറം ഇപ്പുറം ഇല്ലവരെല്ലാം അവരെ ബന്ധുക്കളെ കല്യാണത്തിനൊക്കെ പോയാൽ നാരങ്ങക്കറി, പച്ചടി, ഇങ്ങനെ മോശമാത കറികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊണ്ടുതരുമല്ലോ. അങ്ങനെ ആരോ കൊണ്ടുതന്നു. ആ ടേസ്റ്റാണ് ഇപ്പോൾ എൻ്റെ നാവിലും മനസ്സിലും ഉള്ളത്. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. ഞാനൊരു ഭക്ഷണപ്രിയ ആയതുകൊണ്ടും എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് തരുന്നത് എൻ്റെ ഭക്ഷണം. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വേറെ ആരും അത് നല്ലതാണെന്ന് പറയണമെന്നോ അല്ലെങ്കിൽ അതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്ക് തന്നെ അത് കോൺഫിഡൻസ് ഉണ്ടാവണം, അതിന് ടേസ്റ്റ് ഉണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഭയങ്കര കോൺഫിഡൻസാണ്. വല്ലപ്പോഴും ഒരു 100 ഭക്ഷണം ഉണ്ടാക്കിയാൽ 1% മാത്രമേ എൻ്റെ ഫ്ലോപ്പ് ആവില്ല. അത് ഫ്ലോപ്പ് എന്നൊന്നും പറയാനല്ല, ഒരു അല്ലറ ചില്ലറ തകരാറ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ സാധനങ്ങൾ മൊത്തം നല്ലോണം പരട്ടി നല്ല മിക്സായല്ലോ. മിക്സായതിന് ശേഷം ഇതുപോലൊരു കുപ്പിയിൽ ഇട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. നമ്മൾ 2 നേരം എടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും പോവില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് നോക്കിയാൽ നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാം, ഒരു 10-15 സ്പൂണുണ്ട് അത്. അപ്പോൾ ഒരു 15 ആൾക്ക് കൊടുക്കാൻ പറ്റും ഒരു ബീട്രൂട്ട് കൊണ്ട്. നല്ല സംഭവമല്ലേ. ഇത് ബിരിയാണീൻ്റെ കൂടിയാണ് നല്ല ടേസ്റ്റ്. ബിരിയാണീൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയില്ലേ, പുതിനയില അരച്ച് അതും
ചിക്കൻ ബിരിയാണിയും ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. ബിരിയാണിനോട് ഇത് കഴിച്ചാലേ ഒരു ബിരിയാണി വെച്ചൊരു ഫീലും എനിക്ക് വരും. അപ്പോൾ ബീട്രൂട്ട് അച്ചാർ എന്താ സംശയം ഉണ്ടെങ്കിൽ ആൾക്കാർ അല്ല കാണുന്നവർ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി. പിന്നെ സൂപ്പർ ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. എൻ്റെ ടേസ്റ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ആവണമെന്നില്ല. കാര്യം പറയാൻ മറന്നുപോയി, ബ്രഹ്മീസിൻ്റെ അച്ചാർ പൊടിയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റാണ് വന്നത്.